ഈ മുട്ടായി തട്ടിപ്പറിച്ചിട്ട് ഓടിക്കാം. എനിക്ക് ഓടിച്ചിട്ടാൽ കിട്ടാൻ പറ്റാത്ത ഒരു സ്ഥലത്തെത്തിയിട്ട് അവൻ തിരിഞ്ഞു നിന്നിട്ട് അവിടെ നിന്ന് ഉറക്കെ, എന്തൊരു നുണയനാണ് അച്ഛൻ, ഇങ്ങനെ അച്ഛന്മാരും നുണ പറയും. പിന്നുള്ളവരെ ഞാൻ അവനെ തിരിച്ചു വിളിച്ച്, എടാ നീ പോലെ ഇങ്ങോട്ട് വാ. പക്ഷെ അവൻ വന്നില്ല. സ്കൂളിലെ മണിയടിച്ചു, പിള്ളേരൊക്കെ പരീക്ഷാ ഹാളിൽ കയറി, ഞാനും പള്ളിയും മാത്രം അവസാനിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ പള്ളിയിൽ കയറിയിട്ട് ഇതുപോലെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഉദ്ധാനം ചെയ്ത രൂപമായിരുന്നു. ആ രൂപത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, വലിയൊരു ചതിയായിപ്പോൾ നീ ചെയ്തു. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ ആ സമയത്തുള്ളൊരു ഭാവമുണ്ട്. അത് എന്നെപ്പറ്റി മാത്രമല്ല, സകല വൈദികരെ പറ്റിയും അവനൊരു മോശമായിട്ടുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ സങ്കടം തമ്പുരാനോട് പറഞ്ഞപ്പോൾ തമ്പുരാൻ എനിക്ക് അന്ന് ഒരു ചിന്ത നൽകി. എങ്ങനെയാണ്? മോനെ ഡയസെ, ആ കൊച്ചു നിന്നോട് ചെയ്തതുപോലെ നിനക്ക് എന്നോട് ചെയ്യാൻ പറ്റിയ നീ നല്ലൊരു അച്ഛനായിരിക്കും. കുറച്ചു നേരത്തേക്ക് ഒന്നും പിടിയിട്ടില്ല. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അത് തന്നെ. ആ കൊച്ചെന്നോട് ചെയ്തതുപോലെ നിങ്ങൾക്ക് ഈശോയോട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ നല്ലൊരു കത്തോലിക്കനാ, അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസി.